എന്താ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ? കൃത്യമായൊരു 5 നേരത്തെ നിസ്കാരമുണ്ടോ? ഒരു ളുഹാ നിസ്കരിച്ച പതിവുണ്ടോ? ഒരു വിത്ർ നിസ്കരിച്ച പതിവുണ്ടോ? ഒരു ഹദ്ദാദ് പതിവാക്കാൻ കഴിഞ്ഞോ? എന്തൊക്കെ ഇബാദത്തുകളാ സിമ്പിളായിട്ട് നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം നേടാൻ പറ്റിയതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360-ലധികം കെണിപ്പുകൾ ഉണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360-ലധികം കെണിപ്പുകളുണ്ട് ഒരു ശരീരത്തിൽ. കണ്ടില്ലേ, ഒരു വിരലിന് തന്നെ എത്രയാ? 3 മടക്കാണ് ഒരു വിരലിന്. അങ്ങനെ എല്ലാ വിരലിന്റെ ഒന്നും ഇങ്ങനെ രാത്രി പുരേ പോയിട്ട് പെണ്ണുങ്ങൾ ചോദിക്കും ചിലപ്പം, അത് ഒക്കെ വന്നിട്ടില്ലെങ്കിൽ അതെന്ത് അസുഖം ബാധിച്ചെന്നോ ചോദിക്കും. ഒന്നിങ്ങനെ മടക്കി വെക്കുക, കൈന്റെ കാലിലൊക്കെ എല്ലിന്റെ ജോയിന്റ് എല്ലാം ഇങ്ങനെ നോക്കാം. 360-ലധികം കെണിപ്പുകളുണ്ട്. ഈ കെണിപ്പുകളൊക്കെ ഒരു തകരാറില്ലാതെ രാത്രി കടന്നുറങ്ങി നേരമ്പോൾ തെണിച്ചപ്പോ അതും അങ്ങനെ തന്നെ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ടല്ലേ? മോനെ, പടച്ചറപ്പങ്ങാനും ഒരു തീരുമാനം എടുത്തു, നിന്റെ ആ മടക്കുന്ന വിരല് തൽക്കാലം നീ മടക്കണ്ട, കിടക്കട്ടെ അവിടെ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും കെണിഞ്ഞു ശ്രമിച്ചാലും നിന്റെ വിരല് മടക്കാൻ കഴിയൂല മോനെ. ഏത് വൈദ്യശാസ്ത്രം തലകുത്തി പറഞ്ഞാലും മടക്കാൻ കഴിയൂല. എന്നാൽ അതൊക്കെ ഒരു കേടുപാടുമില്ലാതെ കൃത്യമായി എപ്പോഴും ഇങ്ങനെ വർക്ക് യോഗ്യമാക്കി തരുമ്പോ ആ റബ്ബിനോട് നീ നന്ദി കാണിക്കണ്ടേ? എന്നാൽ ഇതിനെല്ലാം നിനക്ക് ശുക്രായി സമർപ്പിക്കാൻ പറ്റിയ ഒരു നിസ്കാരമുണ്ട്. അത് റക്അത്തൈനി മിനൽ ളുഹാ, ളുഹാ നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ ഖദർ ഉയർന്നതിന്റെ ശേഷം ളുഹറിന്റെ ബാങ്ക് കൊണ്ട് നട്ടുച്ചയുടെ മുമ്പായി നിർവഹിക്കേണ്ടിയിരിക്കുന്ന ഒരു ഇബാദത്താണ്. ഏറ്റവും അഫ്ളല് ആ സമയത്താണ്. ഏറ്റവും അഫ്ളലായ സമയങ്ങളാണ്. രാവിലെ ഒരു 7:45, 8 മണി, 8:30 മണിയൊക്കെ ആവുമ്പോ ഒരു 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുക. എത്ര റാഹത്തുണ്ടാവുന്നറിയോ? ശരീരത്തിലുള്ള മുഴുവൻ കെണിപ്പുകളുടെയും നിഅമത്തിന് ശുക്രാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.